മുസ്ലിം ലീഗിന്റെ 5ാം മന്ത്രി പ്രസ്താവന അത് വലിയ ചർച്ചയായിരുന്നു കേരളത്തിൽ. ഓർമ്മയുണ്ടാകുമല്ലേ? മുസ്ലിം ലീഗിന് 5 അല്ല 7 മന്ത്രിക്ക് അർഹതയുണ്ടെന്ന് പറയുകയാണ് മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ മഞ്ഞളാംകുഴി അലി. കണക്കുകൾ പരിശോധിക്കണം. കണക്കുകൾ പരിശോധിച്ചാൽ മുസ്ലിം ലീഗിന് 5ഉം 6ഉം 7ഉം മന്ത്രിയെ കിട്ടേണ്ടതാണ് എന്ന് പറയുന്നു. പക്ഷേ മുസ്ലിം പ്രാതിനിധ്യം കൂടുമെന്ന ഭീഷണി ഉണ്ടായെന്നും മഞ്ഞളാംകുഴി അലി മാതൃഭൂമി ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഈ സാധനം ഇപ്പോഴും നേതാക്കന്മാർ പറയുന്നുണ്ട് 5ാം സ്ഥാനം അതുകൊണ്ട് അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ നമ്മളതിൻ്റെ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് 5ഉം 6ഉം 7ഉം മന്ത്രിമാർ കിട്ടേണ്ട ഒരു ഇതില്ല, കിട്ടേണ്ടതാണ്. അത് നിയമപ്രകാരം കിട്ടേണ്ടതാണ്. അതാണ് നമ്മളെ ഇതിൽ അന്ന് ആകെ എത്ര ഇത് MLA-മാരാണ്. അപ്പോൾ അതിങ്ങനെ മുസ്ലിം കൂടുതൽ വരും തന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് നിൽക്കുന്നതായിരിക്കും, എനിക്കറിയില്ല. 5ാം മന്ത്രിയെ UDF-ലെ ഘടകകക്ഷികൾ തന്നെ മോശമായി ചിത്രീകരിച്ചു. അത് വല്ലാത്ത സങ്കടവും വിഷമവും ഉണ്ടാക്കിയെന്നും മഞ്ഞളാംകുഴി അലി പറയുന്നുണ്ട്. മഞ്ഞളാംകുഴി അലിയെ പറ്റി പറയുമ്പോൾ എല്ലാവരും ഓർമ്മിക്കുന്ന കാര്യം ഒഴിവാക്കാനാകാത്തൊരു ക്വസ്റ്റ്യനാണ് 5ാം മന്ത്രിസ്ഥാനം ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ കഴിഞ്ഞു പോയതാണ്. എന്നാലും ആ സമയത്തുള്ള ഒരു അനുഭവം എങ്ങനെയായിരുന്നു? വല്ലാത്ത ദുഃഖം തോന്നിയിരുന്നു, ഭയങ്കര സങ്കടം തോന്നി. ഞാനൊരിക്കലും എനിക്കൊരു മന്ത്രിസ്ഥാനം വേണമെന്നോ ആവശ്യപ്പെട്ട് ഇങ്ങനെ നിർബന്ധിച്ചവരെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. അതായത് നമ്മുടെ നേതാക്കന്മാരുടെ കൂടെ ഒരിക്കലും പറഞ്ഞു അവരെന്നെ മന്ത്രിയാക്കാത്തതുകൊണ്ട് ഞാൻ ഒരാളോട് എന്നെ എന്തുകൊണ്ട് നിങ്ങൾ മന്ത്രിയാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ സ്ഥാനം താങ്കൾ പറഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടണമെന്ന് പാർട്ടി പറഞ്ഞപ്പോൾ അതിൻ്റെ എതിർപക്ഷക്കാരുണ്ടല്ലോ, അല്ല കൂടെ നിൽക്കുന്ന തന്നെ മറ്റുള്ള ഘടകകക്ഷികൾ, അത് വളരെ മോശമായിട്ടാണ് അവർ അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വലിയ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു, ഭയങ്കര വിഷമം തോന്നിയിരുന്നു. പിന്നെ തങ്ങളൊക്കെ ബഹുമാനിച്ചത് കൊണ്ട് പോയി സ്ഥാനം ഏറ്റെടുത്താണ്ട് നിന്നതാണ്. അല്ലാതെ ഒരിക്കലും ഞാൻ അതിലേക്ക് പോകാൻ അന്ന് അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ഇതായിരുന്നല്ലോ. അപ്പോൾ വല്ലാതെ സങ്കടം തോന്നിയിരുന്നു. മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. ഷഹീദ്, ശരിയാണ് അഞ്ചാംകുഴി സമം 5ാം മന്ത്രി എന്നുള്ളൊരു ഇടയ്ക്ക് രാഷ്ട്രീയ കേരളത്തിൽ അങ്ങനെ തന്നെ വേണമെങ്കിൽ ഒരു സമവാക്യം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കാലം മാറി 5 അല്ല 7 അർഹതയുണ്ട്, അവകാശപ്പെട്ടതാണെന്നാണോ പറയുന്നത്? ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ 2011 UDF മന്ത്രിസഭ സർക്കാർ അധികാരമേറ്റ സമയത്ത് വലിയ വിവാദമായതാണ് 5ാം മന്ത്രി സ്ഥാനം. അതായത് പാണക്കാട് അന്തരിച്ച പാണക്കാട് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ അന്ന് പാണക്കാട് തങ്ങൾ പ്രഖ്യാപിക്കുന്നു 5ാം മന്ത്രിക്ക് ലീഗിന് അർഹതയുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു. അത് UDF രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കുന്നു. കോൺഗ്രസ് നേതാക്കന്മാർ അതിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വരുന്നു. ഏറ്റവും ഒടുവിൽ 5ാം മന്ത്രി പ്രഖ്യാപിക്കുകയാണ്. 5ാം മന്ത്രിയായി അലിയെ മന്ത്രിയായി രംഗത്ത് വരികയാണ്. ഈ അലി അന്ന് 5ാം മന്ത്രി സ്ഥാനം ഏറ്റെടുത്ത അലി തന്നെയാണ് ഇപ്പോൾ അന്ന് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോഴും ലീഗിന് 5ഉം 6ഉം 7ഉം ഒക്കെ മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞ് വരുന്നത്. ഒരുപക്ഷെ അലി ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നിയമസഭാ സീറ്റിൽ മത്സരിക്കാനുള്ള സീറ്റുകൾ തന്നെ തങ്ങൾക്ക് കൂടുതൽ അർഹതയുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോഴും ഈ പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ അതിന് മുന്നോടിയായി ലീഗ് നേതാക്കന്മാരുടെ ഭാഗത്തും അത്തരം അവകാശവാദങ്ങളൊക്കെ ഉയരുന്നുണ്ട്. സമാനമായ രീതിയിലുള്ള ഒരു അവകാശവാദമായി മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ ഇപ്പോൾ മഞ്ഞളാംകുഴി അലിയുടെ ഈ പ്രസ്താവനയെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഒരിക്കലും ഒരുപക്ഷെ ലീഗ് അങ്ങനെ ഒരു ക്ലെയിമായി ഇത് ഉന്നയിക്കുമെന്ന് നമുക്കൊരു ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം മഞ്ഞളാംകുഴി അലി പറയുന്നുണ്ട്. അതായത് അന്ന് ആ ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും അതിരൂക്ഷമായ വിമർശനം ഈ മുസ്ലിം ലീഗ് അനർഹമായ പലതും ചോദിച്ചു വാങ്ങുന്നു എന്ന് പറഞ്ഞുള്ള വിമർശനം രൂക്ഷമായി ഉയർന്നിരുന്നു. പരസ്യമായ വിമർശനമായിരുന്നു അന്ന് ഉയർന്നത്. UDF-ന്റെ ആ കെട്ടുറപ്പിനെ പോലും ബാധിക്കുന്ന തരത്തിലായിരുന്നു. പക്ഷേ മുസ്ലിം ലീഗ് പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ചു എന്നുള്ള ഒരു നിലപാടിൻ്റെ പേരിൽ അത് 5ാം മന്ത്രി വേണമെന്ന് ഒരു ഉറച്ച നിലപാടെടുക്കുന്നു. അത് കോൺഗ്രസ് ലീഗ് ബന്ധത്തെ തന്നെ കൂടുതൽ വഷളാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മൾ പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 26 പുതിയ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ ഘട്ടത്തിൽ ഒരിക്കലും ലീഗ് ആഗ്രഹിക്കാത്തൊരു ചർച്ചയാണ് ഇതെന്ന് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം UDF-ന്റെ കെട്ടുറപ്പിനെയും ഒപ്പം തന്നെ ലീഗ് UDF-ന്റെ അപ്രമാദിത്വം നേടുന്നു എന്ന CPM-ന്റെ വലിയ വിമർശനമൊക്കെ ശക്തമായ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന സമയത്ത് ഈ ഒരു ചർച്ച മുസ്ലിം ലീഗ് ഒരിക്കലും ആഗ്രഹിക്കുന്നതല്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. പക്ഷേ മഞ്ഞളാംകുഴി അലി ഈ കാര്യത്തിൽ തങ്ങൾക്കത് അവകാശപ്പെട്ടതാണ്, അർഹതപ്പെട്ടതാണെന്നൊരു നിലപാട് പരസ്യമായി ഇപ്പോഴും പറയാൻ തയ്യാറാകുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ലീഗ് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഒരുപക്ഷെ ഇത് സമാനമായ രീതിയിൽ തന്നെയാണ് പാണക്കാട് സ്വാദിഖ് അലി തങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലയിൽ നടന്നൊരു പരിപാടിയിൽ അദ്ദേഹം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ട് എന്ന് പാണക്കാട് സ്വാദിഖ് അലി തങ്ങൾ തന്നെ പറഞ്ഞിരുന്നു. അത് ആ സമയത്ത് തന്നെ UDF രാഷ്ട്രീയത്തിൽ തന്നെ ചില അസ്വസ്ഥതകൾക്ക് ഇടയാക്കിയിരുന്നു. അങ്ങനെ ഈ ഘട്ടത്തിൽ തുറന്ന പരസ്യമായ നിലപാട് പ്രഖ്യാപനം വേണം. ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ഇങ്ങനെ ഒരു പ്രസ്താവന അത് എത്രത്തോളം
പ്രതികരണങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ നിന്നും അതോടൊപ്പം തന്നെ CPM-ൽ നിന്നും ഉണ്ടാക്കുമെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്.